കൊന്നു? അത് വേണ്ടായിരുന്നു. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ഏതായാലും ചത്തവൻ ചത്തു. കടലിൽ തള്ളാൻ പറ. വേണമെങ്കിൽ ഞാനും പോകാം, നിനക്ക് വേണ്ടി. എന്തു പറ്റി രതി? ഞാൻ കുമാരനെ സ്വപ്നം കണ്ടു. എന്നെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ വരുന്നത് പോലെ. നിന്റെ മനസ്സിൽ നിന്നും ആ പേടി വിട്ടുമാറിയിട്ടില്ല. അതാണ് കാര്യം. നീ ധൈര്യമായിരിക്കും. നിനക്ക് ഞാനില്ലേ? അച്ഛൻ എപ്പോഴാ വരുന്നത്? നിന്റെ ഒരച്ഛൻ എന്താ വരമുള്ളേ? ഇവന്റെ അച്ഛനോട് ഇത്ര പുച്ഛം? ആദ്യം നീ താഴെ ഇറങ്ങി വാ. നിങ്ങൾ എന്തിനിവിടെ വന്നു? ആ തിരുമുഖം കൺകുളിർക്ക കാണാൻ. ഓ, ഇവനിപ്പോഴിവിടാണോ താമസം? നിനക്ക് പറ്റിയത് ഇവൻ തന്നെ. ചേരേണ്ടടത്ത് തന്നെ ചേർന്നു. ഇടൂ വരമുള്ളേ, താൻ അപ്പുറത്തോട് പോയിരിക്കും. എനിക്ക് ഇവരോട് സംസാരിക്കണം. എന്റെ വീട്ടിൽ കയറി വന്ന് ഇത് പറയാൻ താനാരാ? നിന്റെ വീട്? ഈ വീട് നിന്റേതല്ല, നിന്റെ അച്ഛൻ്റെതല്ല, ഇവന്റേതുമല്ല. ഈ വീട് ശ്രീകുമാറിന്റെ വീടാണ്. പ്രസംഗിക്കാതെ ഇറങ്ങിപ്പോണം. വീട്ടിൽ വരുന്നവരോട് ശൗര്യം കാണിക്കുന്നത് നായ്ക്കളുടെ സ്വഭാവമാണ്. നീ നായേക്കാൾ നാറിയ. നിന്നോട് അധികം സംസാരിക്കാൻ എന്റെ സംസ്കാരം അനുവദിക്കുന്നില്ല. ഞാൻ വന്നത് ഈ കുഞ്ഞിനെ ഇവന്റെ അച്ഛന്റെ കുടുംബത്തെ എത്തിക്കണം. ഇവൻ ഇവിടെ വളരാൻ പാടില്ല. ഇവനെ പ്രസവിച്ചത് ഞാനാ. ഇയാളാരാ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ? അഹങ്കരിക്കാതടി. അഴക അനുഗ്രഹമാണ്. അത് പുരുഷന്മാരെ കൈമാറാനുള്ള ഉപാധിയാക്കി മാറ്റരുത്. അനാവശ്യം പറഞ്ഞാൽ വിവരം അറിയും. കൂട്ടിക്കൊടുപ്പുകാരന്റെ വെപ്പാട്ടി. നീയോ ഞാനോ വിവരം അറിയുന്നതെന്ന് താമസിയാതെ അറിയും. കുമാരന്റെ മരണത്തെ കുറിച്ച് അന്വേഷിക്കാൻ ആളില്ലെന്ന് ധരിക്കരുത്. അണ്ണ, ഇയാൾ പറയുന്നത് കേട്ടില്ലേ? മോനെ, ഇങ്ങോട്ട് പോട്ടെ. മോനെ എത്താനടുത്ത് എത്തിക്കൊള്ളു. പണം വേണം. 25,000 രൂപയ്ക്ക് എങ്ങനെയാണോ പണം എടുക്കുന്നത്? കഥ വേണ്ടേ? എന്തിനു? സിനിമയ്ക്ക് എന്തിനാ കഥ? അങ്ങോട്ട് മാറി നിൽക്കട. എന്ത് നഷ്ടം വന്നാലും ഉടനെ നമുക്കൊരു സ്വന്തം പ്രൊഡക്ഷൻ തുടങ്ങണം. ആ ഖാദർ കുറെ പണം തരുമല്ലോ നമ്മൾ ചോദിച്ചാൽ. നിന്റെ ബാങ്ക് ബാലൻസ് എന്തുണ്ട്? 10,000 റുപ്പീസ് കാണും. ഒരു ചെക്ക് എഴുതി തരൂ. ഇവന്റെ അച്ഛന്റെ LIC പണം കിട്ടിയില്ലേ? അടുത്ത ആഴ്ച കിട്ടും. കഴിഞ്ഞ മാസം എടുത്ത 75,000 എന്ത് ചെയ്തു? ആർട്ടിസ്റ്റുകൾക്ക് അഡ്വാൻസ് കൊടുത്തത് നിനക്കറിയില്ലേ? എന്താ കണക്ക് ചോദിക്കുകയാണ്?
എന്താ ഇങ്ങനെ പറയുന്നേ? ഇനി ഈ പത്രങ്ങളിലെല്ലാം നീ ഒപ്പിടണം. എന്തിന്? ഇടി മണ്ടി പെണ്ണ്, നിന്റെ പേരിലല്ലേ പ്രൊഡക്ഷൻ തുടങ്ങാൻ പോകുന്നത്. നീ പതിപ്പുറ ചമയാതിരി. ഇവിടെ നിലനിൽപ്പാണ് പ്രശ്നം. നിലനിൽപ്പ് ആരുടെ? എന്റെയോ നിങ്ങളുടെയോ? എന്നിൽ ചവിട്ടി നിന്ന് വളർന്നത് പോരെ? ഞാൻ വളർന്നാൽ അതിന്റെ ഗുണം നിനക്കൽ. ചെട്ടിയാർ നമ്മുടെ പഴയ ആളൻ. എനിക്ക് സുഖമില്ലെന്ന് അറിഞ്ഞുകൂടെ? അത് സാരമില്ല, എഴുന്നേൽക്ക്. അദ്ദേഹം പിണങ്ങിയാൽ നമ്മുടെ പരിപാടി ആകെ തെറ്റും. ആവശ്യമുള്ള പണം ഞാൻ തരാം. നിങ്ങളാരും നാണുവിനോട് വഴക്കെടുത്ത്. തിരികെ വരുമ്പോൾ അക്കൗണ്ട് സെറ്റിൽമെന്റ് നടക്കും. ഓക്കെ? ആര്? രവി ദേവിയോ? പുറത്തു നിൽക്ക്, ഞാൻ വിളിക്കാം. ഇറങ്ങി പുറത്ത്. വ്യഭിചാരത്തിന്റെ കോൺട്രാക്ട് എന്റെ ബെഡ്റൂമിൽ എത്തിയോ? നിന്റെ ബെഡ്റൂം? പാവം, ഒന്നും അറിഞ്ഞില്ല. ചിന്തിച്ചു നോക്ക്. അന്നൂറെ മുദ്രപത്രങ്ങളിൽ ഒപ്പിട്ട് ഓർമ്മയുണ്ടോ? അത് പ്രൊഡക്ഷന് വേണ്ടിയുള്ള ഒപ്പായിരുന്നില്ല. നീ പുറംപോക്കിലാകാനുള്ള ഒപ്പായിരുന്നു. അച്ഛന്റെ ഈ ചുരുട്ടുവലി കുറയ്ക്കണം. നിങ്ങൾ അപ്പുറത്ത് പോയി കുരയ്ക്കുകയോ ചുമക്കുകയോ ഒക്കെ ചെയ്യണം. എന്റെ കുറെ ഫ്രണ്ട്സ് ഒന്ന് വരുന്നുണ്ട്. അലവലാദികള് ആ തൊപ്പിടെടുക്കണം. ആണോ? നാല് ശാന്തയുടെ വീട്ടിൽ പോയിരിക്കുക. അവളെയും കൊണ്ടേ വരൂ. വിശ്വസിച്ചവനെ വഞ്ചിച്ച് നിങ്ങളെ സ്നേഹിച്ചവളാണ് ഞാൻ എന്ന് പറയാതെ. സ്നേഹം. രോഗിണിയായ എനിക്കും കുഞ്ഞിനും ജീവിക്കണം. ഞങ്ങൾ എവിടെയെങ്കിലും പൊയ്ക്കൊള്ളാം. നീ പോകണമെന്ന് ഞാൻ പറയും. ഇറക്കി വിടുന്നതിന് മുൻപ് പോകുന്നതാണ് നല്ലത്. എന്നാൽ യാത്ര ചോദിക്കാതെ പോകണം. കുറച്ച് രൂപ തന്ന് എന്നെ സഹായിക്കണം. നിന്നെ സഹായിക്കാൻ നീ വല്ല സാഹസവും ചെയ്തിട്ടുണ്ടോ എനിക്ക് വേണ്ടി? ഇത്ര മനുഷ്യത്വം ഇല്ലാതായി പോയല്ലോ. മനുഷ്യത്വം? നീയും ഞാനും വന്നത് ഒരേ തലങ്ങളിൽ നിന്നാണ്. നീ വഴി മാറി സഞ്ചരിച്ചു, ഞാൻ എന്റെ വഴി മുറുകെ പിടിച്ചു. അതിന് നീ എന്നെ കുറ്റപ്പെടുത്തുന്ന എന്തിന്? ആ, എന്തെങ്കിലും ആട്ട്. പോകണമെങ്കിൽ പോകാം, നിൽക്കണമെങ്കിൽ നിൽക്കാം. ആ നാണു, നീ വന്നോ? നീ പോയി ആ കണ്ടിയൂർ റാണിയെയും അനിയത്തെയും കൂട്ടിക്കൊണ്ടുവരണം. ഞാൻ ഇപ്പൊ ഒന്ന് കൂട്ടിക്കൊടുക്കാനല്ല, കൂട്ടിക്കൊടുത്തുണ്ടാക്കിയ കാശ് വാങ്ങിക്കാനാ. കാശോ? ഏത് കാശ്? ഓർമ്മയില്ലേ, എന്റെ കയ്യിൽ കടം വാങ്ങി 5000 രൂപ. അതിപ്പോ കിട്ടണം. എന്റെ തൊഴില് നിങ്ങളെ പോലെ മുതലാൻ ആവശ്യമില്ല. എടാ നാണു, കൊലയാളി, തീയിൽ തൊട്ട് കളിക്കരുത്, പൊള്ളിപ്പോകും. എടാ, എന്നെ തൊട്ടുപോകരുത്. എന്നെ എതിർത്താൽ നിനക്ക് ഈ നാട്ടിൽ ജീവിക്കാനൊക്കെ. നിന്റെ രഹസ്യങ്ങൾ പുറത്തുവിട്ടാൽ നീ എന്നകത്ത്. സംശയമുണ്ടോ? എന്നാൽ കാണാം. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഞാൻ ഡയറക്ടർ KL അപ്പലാണ്. അറിഞ്ഞു ജീവിക്കാതെ മറന്നു ജീവിച്ചോളാം ഞാൻ. ഇതിൽ കുറഞ്ഞൊരു ശിക്ഷയ്ക്ക് ഞാൻ അർഹയല്ല. വരൂ, പോകാം. എവിടേക്ക്? ഞാൻ പോകുന്നിടത്തേക്ക്. വരാൻ. അമ്മേ, എനിക്ക് വിശക്കുന്നു. എത്രയുള്ള ഞാൻ ആരെയും പാടി പിന്നെ നീ അവള് പാതിരിക്കണോടാ. അയ്യോ, ബീഡി എന്റെ ഇല്ലമ്മാവാ. ഇല്ലയോ? പോടാ എന്റെ പാട്ട്.
എരന്ന് തിന്നണവനെ തുരന്ന് തിന്നണ മുതുക്കോ എന്നെ വിടോ. സമാനപ്പെടെ ഞാൻ ഏറ്റു. ഒറ്റ എണ്ണത്തിന് വെറുതെ വിടരുത്, എല്ലാവരും ശരിക്ക് പിഴിഞ്ഞ് എടുക്കണം. 5 കുഞ്ഞും 10, 10 കുഞ്ഞും 15, 15 അതിന് 20 ആവോ? 20 10 30, 25 രൂപ ലാഭം. നിങ്ങൾ നിൽക്കിവിടെ, നിക്ക് ഞാനിപ്പോ വരാം. അയ്യോ അങ്ങോട്ട് കയറാനും വയ്യ. ഈ പിരിവാരന്മാരൊക്കെ കൂടെ എന്നെ കൊല്ലും. ദൈവമേ, അയ്യോ ഈ പിരിഞ്ഞ എന്നെയും കൊണ്ട് പിരിച്ചോണ്ടേ പോവും. അയ്യാ നിന്നേക്കാ വലിയ നീന്തലുകാരനാ ഞാൻ അങ്ങോട്ട് വരണോ അതോ നീ ഇങ്ങോട്ട് വരുന്നു? അയ്യോ ഇത് വിഷമിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. എടാ ഇത് കാര്യം വേറെ. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ വിചാരിച്ച് മുടിഞ്ഞ പിരിവായിരിക്കും. അയ്യോ അയ്യോ എന്റെ കൊടയെന്ന് വിട് സാറേ, എന്റെ വാദം കയറി കോപിക്കും. പിന്നെ നിന്റെ എവിടെ പിടിക്കണം? അയ്യോ കൊടയെന്ന് വിട് സാറേ, വാദം കോപിക്കും. വിളിച്ചിരിക്കുന്നില്ല. അയ്യോ പിരി ഞാൻ തരാം, പക്ഷെ ഇപ്പോഴില്ല. അനാവശ്യം പറയരുത്. എന്റെ പൊന്നും കൊടുത്ത് സാറേ ഐശ്വര്യമായിട്ട് 1 രൂപയും തന്നാട്ടെ, ഞാൻ നാളെ എങ്ങ് തിരിച്ചു. ഓ ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ചെയ്യൂ. സാറ് പറയണം, ഞാൻ ചെയ്യാം. അയ്യേ സാർ എന്തോ ഈ പറയണേ? ഇതൊരു പുതിയ കാര്യമല്ലടാ. അത് വേണോ? വേണം ശങ്കര, എന്റെ ഒരു ആഗ്രഹമല്ലേ. ഈ പണി എനിക്ക് പറ്റൂല സാറേ. നിന്നെ കൊണ്ടേ പറ്റൂ. സാറിന് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ നോക്കാം. നമുക്ക് രാത്രി കാണാം. കഥാപ്രസംഗം തുടങ്ങുമ്പോ സാറങ്ങി പോരണം. കഥ തുടങ്ങുമ്പോ ഞാനങ്ങ് പോവും. കേട്ടുണ്ടോ തരാൻ? എന്നാ ശങ്കര, സാരമില്ല, വഴിയൊന്ന് വാങ്ങിക്കാം. അണ്ണന്റെ കാസത്തിന് ആശ്വാസമില്ലല്ലയോ? വല്ലാത്ത ചുമ. വൃശ്ചികം 5, 5 കുഞ്ഞും 10 ധനുക്കൂർ. സമയം മോശം. വാതാതിപിത്ത രക്തകഫം കോപേഷു. എന്താ രക്തവാദങ്ങൾ കോപിക്കുമെന്ന് രാഹുവിന്റെ സ്വാഭാരമാണ്. അല്ല, മിഥുനം കഴിഞ്ഞാൽ അണ്ണന്റെ സമയവും നല്ലതാകുമെന്ന്. നിന്റെ ഈ ജ്യോതിഷ്യമൊക്കെ അങ്ങ് ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് പറഞ്ഞാൽ മതി, എന്നോട് വേണ്ട. ഈ ചുമ മോശമാകട്ടോ. എന്നെ മറന്ന് ജീവിച്ചതിന്റെ ഫലം. അതുകൊണ്ടല്ലയോ അണ്ണന്റെ ഭാര്യ വേറെ ഇരയെ കൊത്തിയത്? പെണ്ണല്ലേ ശങ്കര, അങ്ങനെ. അതും ശരിയാ, എനിക്കും പറ്റിയത് അങ്ങനെയാ. അണ്ണൻ അറിയോ എന്റെ കല്യാണം ലവിങ്ങോ ക്രോസിങ്ങോ ആയിരുന്നു? എന്തോന്നാ? ലെവൽ ക്രോസ്. പ്രേമം കലർത്തിയ മിശ്ര വിവാഹം. ഞാൻ എന്റെ പെമ്പറന്നോർത്തി അറിയാതെ രഹസ്യമായി ഫാമിലി പ്ലാനിങ് നടത്തി. രൂപയും സാരിയും 1 തൊട്ടിയും കിട്ടി. ഞാൻ പ്ലാനിങ് നടത്തുമ്പോഴേ അവളെ റാഹേല് അങ്ങനെ ബനസ് മാതിരിയുള്ള മനസ്സുമായിട്ട് നിൽക്കുന്ന പരുവാ. എന്റെ അംഗനഷ്ടം അവൾ അങ്ങനെ ചെയ്തു. പെറാനുള്ള കൊതി കൊണ്ട് അവള് വേറെ പോയത്. ഓ വല്ലാത്ത ചുമ. കാലപ്പഴക്കത്തേക്കില്ല. അണ്ണനെ ഞാൻ ഒരു മരുന്ന് പറഞ്ഞുതരാം, അണ്ണൻ എന്റെ കൂടെ വരണം. എന്ത് മരുന്ന്? സ്പെഷ്യൽ സോഡ മുടുക്കിലെ മുറുക്കാങ്കടെ കിട്ടും, വരണം. അത് കുടിച്ചാൽ ഇതെല്ലാം ഇതിന്റെ അപ്പുറത്തെ ചുമയും പമ്പ കിടക്കും. വരണം. ഇതുവരെ ചെയ്യാത്തത് ഇനി ഞാൻ ചെയ്യണം. അണ്ണന്റെ ആശ്വാസം, എന്റെ നിശ്വാസം, നാട്ടുകാരുടെ വിശ്വാസം. അച്ഛൻ പോകുന്നു. ഞാൻ ദാ വരുന്നു മോളെ. മോള് പുറപ്പെടാൻ റെഡി ആയിട്ടിരുന്നോ, രാഹുകാലം കഴിയട്ടെ. പണ്ട് ഇയാള് വലിയവനായിരുന്നിരിക്കും, ഇന്നിപ്പോ താൻ ചെരുപ്പ് കുത്തിയാണ്. നിർത്ത്. പ്രാഭവൊന്നും പറയാതെ അഷ്ടമത്തി ഗുളികനാണ്. ആളുകൾ തല്ലി കൊല്ലും. വാ. മുണ്ട് സൂക്ഷിച്ച് അഴിഞ്ഞു പോവും. കേടാ വീപ്പണ്ടാരം നാശം. അയ്യോ നരച്ചെങ്കിലും ശക്തിയോ. പാറു പായട
പാറുമ്മ എവിടെ? പാറുമ്മ അപ്പുറത്തുണ്ട്. നിന്റെ അച്ഛൻ കൂടുതൽ വിളിച്ചോണ്ടാ. നീ വാ വാന്ന് വാടി. എന്നെ വിടൂ, എന്നെ വിടൂന്നേ. ചെറുപ്പത്തിയുടെ മോളെ നേതാവ് കൊന്നു.